നമുക്ക് പരിണാമ സിദ്ധാന്തത്തിനെ പറ്റി അറിയാം അല്ലേ? അതുപോലെ തന്നെ ഒരു ഈ 400-500 വർഷത്തെ പരിണാമം സംഭവിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടായി വന്നിട്ടുള്ളത്. ഇന്നത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആവട്ടെ, യുദ്ധ നിയമങ്ങളാവട്ടെ, എല്ലാം ഇതിനെല്ലാം ഇന്ന് കാറ്റിപ്പറത്തിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മെഡീവൽ ടൈംസിലെ സ്ട്രാറ്റജീസും അപ്രോച്ചസും സ്വീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ US നടത്തി വരുന്ന അറ്റാക്സിനെ പറ്റി തന്നെയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുള്ളിയുടെ ഈ പഴഞ്ചൻ ചിന്താഗതികളും അശാസ്ത്രീയമായ ഭരണരീതികളും കൊണ്ട് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ ഇൻ്റേണലി വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ധനക്ഷാമം എല്ലാം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഇൻവേഷനിലൂടെ മറ്റൊരു കൺട്രിക്ക് മേലെ ഡംപ് ചെയ്ത് ഇൻവേറ്റഡ് ആവുന്ന കൺട്രികൾ ഡംപ് ചെയ്ത് അവിടെ വെനസ്വേലയുടെ ഓയിൽ റിസോഴ്സസും മറ്റും അങ്ങ് പിടിച്ചെടുക്കാനാണ്. ഇതാണ് പറയണത്. ഈ കള്ളൻ്റെ മോഷണത്തിൻ്റെ ഓടുള്ള തൊര അത് ബ്ലഡിൽ തന്നെ കിടക്കും. അത് മാറ്റം വരെ പാടാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഈ പൈറേറ്റ് നേഷൻസായ US അവരുടെ ചംചാസായ UK പോലെയുള്ള യൂറോപ്യൻ നേഷൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഈ പൈറേറ്റ് നേഷൻസ് അതിപ്പോൾ എത്ര ചാമ്പ്യൻസ് ഓഫ് ഡെമോക്രസി കളിച്ചിട്ടാവട്ടെ, എന്തൊക്കെ പ്രസംഗങ്ങൾ നടത്തിയിട്ടാവട്ടെ, ഫെഡറലിസം, ഹ്യൂമൻ റൈറ്റ്സ്, ചാമ്പ്യൻസ് ഓഫ് ഡെമോക്രസി ഇതൊക്കെ കളിച്ചിട്ടാവട്ടെ, പക്ഷെ അവരുടെ പഴയ പൈറേറ്റ് നേഷൻ്റെ ഒരു ചിന്താഗതിയും ആ ഒരു പ്രവർത്തന രീതിയും ഒരിക്കലും ഇപ്പോൾ തൂത്ത് കളയാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അവർ പ്രൂവ് ചെയ്യുന്നത്. ഒരു ക്രൈസിസ് വരുമ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തേക്ക് കാണിക്കും. എനിവേ ഇതെല്ലാം നമുക്ക് ഒരു വാണിംഗ് ആണ്. പണ്ട് സ്കൂളിൽ നാസി ജർമ്മനിയെ പറ്റി പഠിച്ചപ്പോഴത്തേക്കും ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടൊരു കാർട്ടൂൺ എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു ഫേമസ് കാർട്ടൂണാണ്. അതിൽ പറയണത് ഇന്നലെ മറ്റുള്ളവർക്ക് നേരെ വരുമ്പോഴത്തേക്കും അത് അവർക്ക് നേരെയല്ലേ എൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ ഈ ശത്രു വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ വേറെ ആരും ബാക്കിയില്ല. കാര്യം അവരെ അറ്റാക്ക് ചെയ്യും. ഈ ശത്രു അവരെ ആക്രമിക്കാൻ നേരത്ത് നമ്മൾ ആ ആക്രമിക്കപ്പെട്ടതിൻ്റെ കൂടെ നിന്നില്ല. ഇന്ന് നമുക്ക് നേരെ തിരിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാണ്ടേ. ആ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. മറ്റ് രാജ്യങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലെയുള്ള ഇമ്പീരിയലിസ്റ്റ് നേഷൻസിനെ, മൊണോപ്പൊളീസിനെ തകർത്തെറിഞ്ഞ് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിലൊരു ഇഗാലിറ്റേറിയൻ സിസ്റ്റം. ശരിക്കും ഇത് UN ഒക്കെ പരാജയം തന്നെയാണ്, കടുത്ത പരാജയമാണ്. ഇപ്പോൾ October 7 ഇങ്ങോട്ടൊരു അറ്റാക്ക് ഫേസ് ചെയ്ത പിന്നെയാണ് ഇസ്രായേൽ തിരിച്ച് ഹമാസിനെതിരെ അറ്റാക്ക് ചെയ്തത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർക്കെതിരെ എന്നിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നോൺ ബെയിലബിൾ വാറൻറ്റ് പുറപ്പെടുവിച്ചു. വ്ളാഡിമിർ പുടിനെതിരെ പുറപ്പെടുവിച്ചു. ക്യൂബൻ മിസൈൽ ക്രൈസിസിന് സിമിലറായൊരു സാഹചര്യം. ഇപ്പോൾ US ക്യൂബയിൽ നിന്നാണ് ഫേസ് ചെയ്തതെങ്കിൽ റഷ്യയ്ക്ക് അത് യുക്രൈൻ്റെ സൈഡിൽ നിന്നാണ് ഫേസ് ചെയ്തത്. യുക്രൈൻ നേറ്റോയിൽ മെമ്പർ ആവാൻ പോകുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് റഷ്യ അറ്റാക്ക് ചെയ്തത്. അതൊക്കെ പേരിനെങ്കിലും അങ്ങനെ കാരണമുണ്ടായിരുന്നു. എന്നിട്ടും വ്ളാഡിമിർ പുടിനെതിരെ നോൺ ബെയിലബിൾ വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിൻ പിന്നെ ഡിക്റ്റേറ്ററാണ് ഇതിലാവട്ടെ. ബട്ട് ഇവിടെ വെനസ്വേലയുടെ കാര്യത്തിൽ എന്താണ് ഇവർക്ക് ഒരു റീസൺ പറയാനുള്ളത്? ഇപ്പോൾ ഗ്രീൻലാൻഡിനെതിരെ ഓപ്പണായിട്ട് ത്രെറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കാനഡയ്ക്കെതിരെ US ഓപ്പണായിട്ട് ത്രെറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് റീസണാണ് അവർക്ക് പറയാനുള്ളത്? ഒരു പക്ക എക്സ്പാൻഷനിസ്റ്റ്, ഒരു മെഡീവൽ ബാർബേറിക് കൺട്രി, ആ ഒരു അപ്രോച്ച്, ആ ഒരു നിലയിലേക്ക് US സെൽഫ് ഡിക്ലെയർഡ് ചാമ്പ്യൻസ് ഓഫ് ഫെഡറലിസം, ഡെമോക്രസി അവർ തരം താഴ്ന്നിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്തിരിക്കണം. ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവർ, അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളവർ അതിനുള്ള നട്ടലില്ല. പിന്നെ എന്നെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്താലേ പറ്റൂ. എനിവേ ലെറ്റ്സ് വാച്ച്.